നിങ്ങൾക്കെപ്പോഴെങ്കിലും, അതായത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു ജോലി അല്ലെങ്കിൽ ഒരു വലിയ പ്രൊമോഷൻ തികച്ചും അപ്രതീക്ഷിതമായി അവസാന നിമിഷം നഷ്ടപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മിക്കവാറും ആളുകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. അതെ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ചിന്തിക്കും, എന്റെ തലവര അങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് തീരെ ഭാഗ്യമില്ല എന്ന്. കറക്റ്റ്. നമ്മൾ എളുപ്പത്തിൽ വിധിയെ കുറ്റം പറയും. ശരിക്കും. എന്നാൽ ആ പരാജയത്തിന് കാരണം നിങ്ങളുടെ കഴിവുകേടോ, പുറത്തുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിലോ, മറിച്ച് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്ന, എന്താ പറയാ, നിങ്ങളുടെ അബോധ മനസ്സിലെ ചില രഹസ്യ അറകളാണെങ്കിലോ? അതൊരു വലിയ ചോദ്യമാണ്. അതെ. ഇന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് ഈ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം എന്താണ്? നമ്മൾ കേട്ട് പഴകിയ വെറും പോസിറ്റീവ് ചിന്തകൾക്കപ്പുറം എന്താണ് ശരിക്കും ഒരു വ്യക്തിയെ വിജയത്തിലേക്ക് നയിക്കുന്നത്? നിങ്ങളെ ഈ ആഴത്തിലുള്ള പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഇബ്ൻ തൈമിയ്യ ഹോളിസ്റ്റിക് ഹീലിംഗ് ആൻഡ് ലൈഫ് കോച്ചിങ്ങിൽ നിന്നുള്ള വളരെ കൗതുകകരമായ ഒരു പ്രസന്റേഷനാണ്. ഇതിൽ ലോകപ്രശസ്തരായ വ്യക്തികളുടെ വിജയങ്ങളും കാൾ യുങ്ങിന്റെ മനഃശാസ്ത്രവും വിവിധ മതങ്ങളിലെ വിശ്വാസങ്ങളും പോരാത്തതിന് ക്വാണ്ടം ഫിസിക്സ് വരെ ഉൾപ്പെടുന്നുണ്ട്. കേൾക്കുമ്പോൾ ഭയങ്കര സങ്കീർണമാണെന്ന് തോന്നാം. പക്ഷേ അങ്ങനെയല്ല. അതെ. നമുക്കിതൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ശരിയാണ്. ഈ വിവരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് വിജയത്തെ വെറുമൊരു പണമോ പദവിയോ ആയി മാത്രം കാണുന്നില്ല എന്നതാണ്. അതെ. നമ്മൾ സാധാരണയായി കാണുന്ന ഭൗതികമായ നേട്ടങ്ങൾ, അതായത് വീട്, വണ്ടി എന്നതൊക്കെ വിജയത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. എന്നാൽ ഈ രേഖകൾ മുന്നോട്ടുവെക്കുന്ന അടിസ്ഥാന ആശയം വളരെ വ്യത്യസ്തമാണ്. എന്താണത്? യഥാർത്ഥ വിജയം എന്നത് നമ്മുടെ ഉള്ളിലെ അഗാധമായ വിശ്വാസങ്ങളും പുറമെയുള്ള നമ്മുടെ പ്രവൃത്തികളും ഒപ്പം പ്രപഞ്ചത്തിന്റെ താളവും തമ്മിലുള്ള കൃത്യമായ ഒരു സന്തുലിത അവസ്ഥയാണ്. അതായത് ഉള്ളും പുറവും ഒരേപോലെ സുതാര്യമാകുന്ന അവസ്ഥ. ഓ, അതൊരു മനോഹരമായ ആശയമാണ്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ലോകത്തെ മാറ്റിമറിച്ച ചില പ്രമുഖ വ്യക്തികളുടെ ഉദ്ധരണികളും ജീവിത രീതികളുമാണ് ഇതിലാദ്യം തന്നെ പറയുന്നത്. അതെ. എബ്രഹാം ലിങ്കൺ തൊട്ട് പലരുമുണ്ട്. കറക്റ്റ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ പറയുന്നത്, ഭാവി പ്രവചിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് സൃഷ്ടിക്കുക എന്നതാണ്. അതുപോലെ നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രസിദ്ധമായ വാക്കുകൾ, സ്വപ്നം കാണുക എന്നത്. കാരണം സ്വപ്നങ്ങൾ ചിന്തകളിലേക്കും അത് പ്രവൃത്തികളിലേക്കും നയിക്കുന്നു എന്നാണല്ലോ. തീർച്ചയായും. സ്റ്റീവ് ജോബ്സ്, നെൽസൺ മണ്ടേല തുടങ്ങിയ ലോക നേതാക്കളുടെ കാഴ്ചപ്പാടുകളും ഇതിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിലെന്നെ ഏറ്റവും ആകർഷിച്ചത് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന CN അണ്ണാദുരൈയുടെ കാര്യമാണ്. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ഏകദേശം 15 ദശലക്ഷം ആളുകളാണ്. വാവ്, അതൊരു ഗിന്നസ് റെക്കോർഡാണ്. അതെ. ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്രയും വലിയ ജനപിന്തുണ ലഭിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച എളിമയായിരുന്നു എന്നാണ് ഈ രേഖകൾ പറയുന്നത്. അതുപോലെ തന്നെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാര്യവും പറയുന്നുണ്ട്. അവർ പിന്തുടർന്ന ദേശീയത, സോഷ്യലിസം, മതേതരത്വം എന്ന ഫോർമുല, പിന്നെ ക്ഷമ ധീരന്മാരുടെ ഗുണമാണ് എന്ന അവരുടെ ഉദ്ധരണിയും ഇതൊക്കെ ഈ രേഖകളിൽ വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് ഇവർക്കെല്ലാം അസാമാന്യമായ ദൃഢനിശ്ചയവും ലക്ഷ്യബോധവും ഉണ്ടായിരുന്നു എന്നാണ്. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്താണെന്നാൽ, ആ നേതാക്കളുടെ ജീവിതം പരിശോധിച്ചാൽ ദീർഘവീക്ഷണം, ദൃഢനിശ്ചയം, അനുകമ്പ, എളിമ എന്നിങ്ങനെ കുറെ പൊതുവായ ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതെ, എല്ലാവർക്കും ആ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ഭൗതികമായ ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഉയർന്ന സ്ഥാനങ്ങളിലെത്താനും ഈ ഗുണങ്ങൾ തീർച്ചയായും സഹായിക്കും. എന്നാൽ ഈ വിവരങ്ങൾ നമ്മോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഭൗതികമായ നേട്ടങ്ങൾക്ക് ഈ ഗുണങ്ങൾ മതിയാകും. എന്നാൽ അതുകൊണ്ട് മാത്രം ഒരാൾ സമ്പൂർണമായി വിജയിച്ചു എന്ന് പറയാൻ കഴിയുമോ? ഇല്ലായിരിക്കാം. അതെ. ഇവിടെയാണ് ആത്മീയത വരുന്നത്. ഒരു മനുഷ്യന്റെ സമ്പൂർണമായ, അതായത് മരണാനന്തര ജീവിതത്തിൽ കൂടിയുള്ള വിജയത്തിന് വെറും നല്ല പ്രവൃത്തികൾ മാത്രം പോരാ, മറിച്ച് അതിനു പിന്നിൽ ശരിയായ വിശ്വാസങ്ങളും ആരാധനകളും കൂടി ആവശ്യമാണെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. അത് ശരിയാണ്.
ആ പറയുന്നതിൽ വലിയൊരു യുക്തിയുണ്ട്. കാരണം പുറമെ വളരെ മികച്ച രീതിയിൽ പെരുമാറുന്ന ഒരാളുടെ ഉള്ളിൽ കടുത്ത സ്വാർത്ഥതയോ അസൂയയോ ആണെങ്കിൽ ആ പ്രവൃത്തികൾക്ക് വലിയ അർത്ഥമൊന്നുമില്ലല്ലോ. കറക്റ്റ്. അടിസ്ഥാനമില്ലാത്തൊരു കെട്ടിടം പോലെയാണത്. അതെ. ഇവിടെ ഈ രേഖകളിൽ പറയുന്ന ഒരു മരത്തിന്റെ ഉപമ വളരെ ചിന്തിപ്പിക്കുന്നതാണ്. ഖുറാനിലെ 14-ാം അധ്യായം 24-ാം വചനത്തിൽ പറയുന്ന ഒരു മരത്തിന്റെ ഉപമ. വളരെ പ്രശസ്തമായ ഒരു ഉപമയാണത്. അതെ, അതായത് ദൈവിക വിശ്വാസം എന്നത് ഒരു മരത്തിന്റെ വേരുകൾ പോലെയാണെന്നും നമ്മുടെ സൽപ്രവൃത്തികളും ധാർമ്മികതയും ആകാശത്തേക്ക് പടർന്നു നിൽക്കുന്ന അതിന്റെ ശാഖകളാണെന്നും നമുക്ക് പറയാമോ? തീർച്ചയായും പറയാം. ആ ഉപമ അതിലേറ്റവും മനോഹരമായ ഭാഗങ്ങളിലൊന്നാണ്. കാരണം ഒരു മരം എത്ര വലുതാണെങ്കിലും ഒരു വലിയ കാറ്റ് വീശുമ്പോഴോ കൊടുങ്കാറ്റ് വരുമ്പോഴോ അത് നിലനിൽക്കുമോ എന്ന് തീരുമാനിക്കുന്നത് അതിന്റെ ശാഖകളല്ല, മറിച്ച് മണ്ണിൽ മറഞ്ഞിരിക്കുന്ന അതിന്റെ വേരുകളാണ്. അതെ, വേരുകൾക്ക് കരുത്തുണ്ടെങ്കിൽ മാത്രമേ ശാഖകൾ തളിർക്കുകയുള്ളൂ. ഇതിൽ അത്ഭുതപ്പെടുത്തുന്നൊരു കണക്കുകൂടി ഞാൻ കണ്ടു. ലോകത്തിലെ പ്രധാന മതങ്ങളിലെല്ലാം, അതായത് ഇസ്ലാം, ക്രിസ്തുമതം, ജൂതമതം, ഹിന്ദുമതം തുടങ്ങിയവയിലെല്ലാം ഈ പറയുന്ന അടിസ്ഥാന വേരുകൾ 77% വരെ സമാനമാണെന്നാണ് ഈ ഉറവിടം പറയുന്നത്. അതെ, അതായത് ദൈവവിശ്വാസം, മാലാഖമാർ, വേദഗ്രന്ഥങ്ങൾ, മരണാനന്തര ജീവിതം തുടങ്ങിയ കാര്യങ്ങളിലുള്ള അടിസ്ഥാന സങ്കല്പങ്ങൾ ലോകമെമ്പാടുമുള്ള മനുഷ്യർക്ക് ഒരുപോലെയാണ്. അതൊരു വലിയ അറിവാണ്. അപ്പോൾ ഈ വേരുകൾ ഭൂമിക്കടിയിൽ മറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ വിജയത്തെ നിയന്ത്രിക്കുന്ന, നമ്മൾ പോലും കാണാത്ത ചില കാര്യങ്ങൾ നമ്മുടെ അബോധ മനസ്സിലും മറഞ്ഞിരിപ്പുണ്ടല്ലേ? കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അവിടെയാണ് ഈ രേഖകൾ ബോധപൂർവമായ ഉദ്ദേശം അഥവാ ഇറാദ എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇരാദ, അതായത് ഉദ്ദേശ്യം. അതെ, ഇത് വെറുമൊരു ആഗ്രഹം മാത്രമല്ല. നമ്മുടെ അറിവും ആഗ്രഹവും എല്ലാം ഒരു വലിയ ശക്തിയിലേക്ക്, അതായത് ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന പ്രക്രിയയാണിത്. എന്നാൽ വെറും നല്ല ചിന്തകൾ മാത്രം പോരാ എന്ന് ഈ രേഖകൾ ഊന്നിപ്പറയുന്നുണ്ട്. ഒരു നിമിഷം, എനിക്കിവിടെ ഒരു വലിയ സംശയമുണ്ട്. നമ്മൾ എപ്പോഴും സമൂഹത്തിൽ കേൾക്കുന്നത് പോസിറ്റീവായി ചിന്തിക്കൂ, എല്ലാം ശരിയാകും എന്നല്ലേ? അപ്പോൾ ഈ ഉറവിടം പറയുന്നത് ആ വെറും പോസിറ്റീവ് ചിന്തകൾ മാത്രം പോരാ എന്നാണോ? അതെ, അന്നിവിടെയാണ് ഭൂരിഭാഗം ആളുകൾക്കും തെറ്റുപറ്റുന്നത്. കേവലം ഉപരിപ്ലവമായ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മാത്രം ജീവിതം മാറിമറിയില്ല. അതിന് അവർ കൂട്ടുപിടിക്കുന്നത് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ്ങിന്റെ ഷാഡോ സൈക്കോളജി എന്ന ആശയത്തെയാണ്. ഓ, നിഴൽ മനഃശാസ്ത്രം എന്താണത് ശരിക്കും? മനുഷ്യന്റെ മനസ്സിനെ ഒരു മഞ്ഞുമലയോട് ഉപമിക്കാം. പുറത്തേക്ക് കാണുന്ന ചെറിയ ഭാഗം മാത്രമാണ് നമ്മുടെ ബോധമനസ്സ്. എന്നാൽ വെള്ളത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന വലിയൊരു ഭാഗമുണ്ട്. അതാണ് അബോധമനസ്സ്. കാൾ യുങ് പറയുന്നത് ഈ അബോധമനസ്സിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത ചില ഇരുണ്ട വശങ്ങളുണ്ട് എന്നാണ്. നമ്മുടെ പഴയകാല ആഘാതങ്ങൾ, പേടികൾ, ദേഷ്യം തുടങ്ങിയവ. ഇതിനെയാണ് അദ്ദേഹം ഷാഡോ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ തന്നെ ഒരു ഇരുണ്ട മുഖം. അതെ, നിങ്ങൾ പുറമെ എത്ര പോസിറ്റീവായി ചിന്തിച്ചാലും നിങ്ങളുടെ ഈ അബോധ മനസ്സിലെ ഷാഡോ നിങ്ങളെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കും. ഇസ്ലാമിക ആത്മീയതയുമായി ബന്ധിപ്പിച്ച് പറയുകയാണെങ്കിൽ, ഇതിനെ മനസ്സിലാക്കി തിരുത്താത്ത പക്ഷം നമ്മുടെ തീരുമാനങ്ങളെയും പ്രവൃത്തികളെയും ഈ അബോധ മനസ്സു നിയന്ത്രിക്കും. എന്നിട്ട് നമ്മളതിന് വിധി എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും, അല്ലേ? കറക്റ്റ്. നമ്മൾ പറയും എനിക്ക് ഭാഗ്യമില്ല എന്ന്. എന്നാൽ യഥാർത്ഥ ഭാഗ്യമോ നിർഭാഗ്യമോ അടങ്ങിയിരിക്കുന്നത് ഈ അബോധ മനസ്സിലെ വിശ്വാസങ്ങളിലാണ്. ഈ അബോധ മനസ്സിലെ ഇരുണ്ട ചിന്തകളെ കണ്ടെത്തി അതിനെ അംഗീകരിച്ചു തിരുത്തുമ്പോൾ മാത്രമേ യഥാർത്ഥ വളർച്ചയുണ്ടാവൂ. ശരിക്കും ചിന്തിപ്പിക്കുന്നൊരു കാര്യമാണിത്. ശരി, ഈ മനഃശാസ്ത്രപരമായ വശം എനിക്ക് മനസ്സിലായി. എന്നാൽ എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു വലിയ കാര്യമുണ്ട്. ഈ രേഖകളിൽ ക്വാണ്ടം ഫിസിക്സിനെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ടല്ലോ. അതെ, ശാസ്ത്രത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്മിക് വൈഫൈ പോലെയാണോ? അതായത് നമ്മുടെ ഉള്ളിലെ ചിന്തകൾക്ക് എങ്ങനെയാണ് പുറത്തുള്ള ഒരു സംഭവത്തെ സ്വാധീനിക്കാൻ കഴിയുക? വളരെ നല്ലൊരു ചോദ്യമാണ്. സൂക്ഷ്മതലത്തിലുള്ള ഭൗതികശാസ്ത്രം എങ്ങനെയാണ് വലിയ മനുഷ്യജീവിതവുമായി ബന്ധപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. ഇതിൽ പ്രധാനമായും 2 ക്വാണ്ടം ആശയങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തേത് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്നു പറഞ്ഞാൽ വളരെ അകലെയാണെങ്കിലും 2 കണങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഒരു കണത്തിലുണ്ടാകുന്ന മാറ്റം മറ്റേ കണത്തിലും പ്രതിഫലിക്കും. രണ്ടാമത്തെ ആശയം ഒബ്സർവർ എഫക്റ്റ് ആണ്. അതെന്താണ്? ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കൃത്യമായി ഓർക്കുന്നില്ല. അതായത്
ഒരു കണത്തെ നമ്മൾ നിരീക്ഷിക്കുന്നത് അതിന്റെ സ്വഭാവത്തെ മാറ്റുന്നു എന്നതാണ് ഒബ്സർവർ എഫക്റ്റ്. നിരീക്ഷകന്റെ സാന്നിധ്യം ആ കണത്തിന്റെ യാഥാർത്ഥ്യത്തെ തീരുമാനിക്കുന്നു. വാവ്, അതായത് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് യാഥാർത്ഥ്യത്തെ മാറ്റുന്നു എന്നാണോ? അതെ. ഇതിനെ വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചാൽ കോൾ യുങ്ങിന്റെ സിൻക്രോണിസിറ്റി എന്ന ആശയം നമുക്ക് മനസ്സിലാക്കാം. അതായത് അർത്ഥവത്തായ യാദൃശകതകൾ. ഇത് ഇസ്ലാമിലെ തൗഫീക്ക് അഥവാ ദൈവിക സമയവുമായി വളരെ സാമ്യമുള്ളതാണ്. നിങ്ങളുടെ ശ്രദ്ധയും ആന്തരികമായ ഉദ്ദേശവും, അതായത് നിയ്യത്ത്, യാഥാർത്ഥ്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നിത് വ്യക്തമാക്കുന്നു. നിങ്ങളുടെ ആന്തരികമായ അവസ്ഥ പ്രപഞ്ചത്തിന്റെ താളവുമായി യോജിക്കുമ്പോൾ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ ഭാഗ്യമെന്ന് വിളിക്കുന്നതല്ലേ? ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു വിശദീകരണമാണിത്. പക്ഷേ ഇതൊക്കെ വലിയ ദാർശനികവും ശാസ്ത്രീയവുമായ ആശയങ്ങളാണ്. ഇതെല്ലാം കേൾക്കാൻ വളരെ കൗതുകമുണ്ട്. തീർച്ചയായും. എന്നാൽ ഒരു സാധാരണക്കാരനായ ശ്രോതാവിന് ഇതുകൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? അവർ നാളെ രാവിലെ മുതൽ എന്തു മാറ്റമാണ് വരുത്തേണ്ടത്? അതാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. തികച്ചും പ്രായോഗികമായൊരു ചോദ്യമാണിത്. ഇതിന് മറുപടിയായി ഈ ഉറവിടം ഖുറാനിലെ സൂറത്ത് അൽ-അസ്ർ എന്ന അധ്യായത്തെയാണ് ഉദ്ധരിക്കുന്നത്. എന്താണിതിൽ പറയുന്നത്? വിശ്വാസം, സൽക്കർമ്മങ്ങൾ, നന്മ പ്രചരിപ്പിക്കൽ, ക്ഷമ എന്നീ 4 കാര്യങ്ങൾ ചെയ്യുന്നവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണെന്ന് ഈ അധ്യായം പറയുന്നു. ഓ, അതൊരു കൃത്യമായ ഫോർമുലയാണ്. വിശ്വാസം, കർമ്മം, നന്മ പരത്തുക, പിന്നെ ക്ഷമ. അതെ. ഇമാം അൽ ഷാഫി ഇതിനെക്കുറിച്ച് പറഞ്ഞത് മനുഷ്യർ ഈയൊരു അധ്യായം മാത്രം ചിന്തിച്ചാൽ മതി, അതവർക്ക് മതിയാകും എന്നാണ്. കൂടാതെ പ്രായോഗികമായ ചില ഹദീസുകളും ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. എന്ത് തരം ഹദീസുകൾ? ഉദാഹരണത്തിന്, രക്തബന്ധം നിലനിർത്തുന്നത് ഒരാളുടെ ആയുസ്സും ഉപജീവനവും വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. അതുപോലെ ഇബ്ൻ അബ്ബാസിന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നത് സൽക്കർമ്മങ്ങൾ മുഖത്ത് പ്രകാശവും ഹൃദയത്തിൽ സമാധാനവും നൽകുമെന്നാണ്. അപ്പോൾ മറുവശത്ത് ദുഷ്കർമ്മങ്ങളോ? ദുഷ്കർമ്മങ്ങൾ ഇരുട്ടും ദാരിദ്ര്യവും കൊണ്ടുവരും. പിന്നെ ഇതിൽ വളരെ മനോഹരമായൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ജനങ്ങളെ നന്മ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി കടലിലെ മത്സ്യങ്ങൾ വരെ പ്രാർത്ഥിക്കുമെന്ന്. വാവ്, കേൾക്കാൻ തന്നെ നല്ല രസമുണ്ടത്. അപ്പോ നമ്മൾ ഈ പഠനത്തിന്റെ പ്രധാന ആശയങ്ങൾ ഒന്ന് സംഗ്രഹിച്ചാൽ, വിജയമെന്നത് വെറും ഒരു മോട്ടിവേഷണൽ പോസ്റ്ററിലെ വാചകമല്ല. ഒരിക്കലുമല്ല. അത് നമ്മുടെ അബോധ മനസ്സിലെ നിഴലുകളെ മാറ്റുന്നതിനും ശരിയായ ഉദ്ദേശത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലും പ്രപഞ്ചത്തിന്റെ ക്വാന്റം താളവുമായി ഒത്തുചേരുന്നതിലും അടങ്ങിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതാണിതിന്റെ കാതൽ. അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ ഉള്ളിലെ അബോധ മനസ്സ് നിങ്ങളെ എപ്പോഴെങ്കിലും പുറകോട്ടു വലിക്കുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. അതെ, അത് വളരെ പ്രധാനമാണ്. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചിന്തിക്കാൻ വക നൽകുന്ന ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. ക്വാണ്ടം ഫിസിക്സിലെ ഒബ്സർവർ ഇഫക്റ്റ് പോലെ നിങ്ങളുടെ ശ്രദ്ധ യാഥാർത്ഥ്യത്തെ മാറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഭയങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ഏത് യാഥാർത്ഥ്യത്തെയാണ് രഹസ്യമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയൊരു ചോദ്യമാണത്. അതെ. അങ്ങനെയെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ശ്രദ്ധ എന്തിലേക്കാണ് നൽകേണ്ടത്? ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ